ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പിടാനുഭവ വേളയിൽ ഈശോ തെറ്റുകാരനല്ലെന്നും നീതിമാനാണെന്നും അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. അത് പീലാത്തോസാണ്. കർത്താവിനെ കുരിശുമരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുമായിരുന്നതും പീലാത്തോസിന് തന്നെയാണ്. പക്ഷേ അതിന് പീലാത്തോസ് തയ്യാറാകുന്നില്ല. കർത്താവിന് കൊടുക്കേണ്ട നീതിയേക്കാളും വലുതായിട്ട് പീലാത്തോസ് കാണുന്നത് യഹൂദ പ്രമാണിമാർക്ക് കൊടുക്കേണ്ട അംഗീകാരമായിരുന്നു. അവരുടെ ആവശ്യം അനീതിയാണെന്നറിഞ്ഞിട്ടും സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് പീലാത്തോസ് കർത്താവിന് കുരിശുമരണം വിധിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനുണ്ടായ ഈ പീഡാസഹനത്തിൽ നമുക്ക് പങ്കില്ല എന്ന്. പക്ഷേ സത്യം എന്താണെന്നറിഞ്ഞിട്ടും അതിനുവേണ്ടി നിലകൊള്ളാതിരിക്കുമ്പോൾ, ചില ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മൾ തെറ്റിനെതിരെ നിൽക്കാതിരിക്കുമ്പോൾ, ചിലപ്പോഴെങ്കിലും ചില സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മൾ നീതിയെ മറന്നു കളയുമ്പോൾ, സത്യത്തിൻ്റെ പക്ഷം പിടിക്കാതിരിക്കുമ്പോൾ നമ്മളെല്ലാവരും പീലാത്തോസിനെ പോലെ കൈകൾ കഴുകി മാറി നിൽക്കുന്നവരാകുകയാണ്. ഈ നോമ്പുകാലം നമ്മളോട് ചില തിരിച്ചറിവുകളിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് സത്യത്തിൻ്റെ കൂടെ നിൽക്കണമെന്നതും നീതിയുടെ പക്ഷം പിടിക്കണം എന്നുള്ളതുമാണ്. കൈകൾ കഴുകി മാറി നിൽക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ, നീതിക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ കർത്താവിനെ തന്നെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുന്നത്. അതിനുവേണ്ടി ഈ നോമ്പുകാലം നമുക്ക് കൂടുതൽ ഊർജ്ജം നൽകട്ടെ. ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.